എന്റെ പ്രിയ സുഹൃത്തുക്കളെ, എന്താണ് ഇപ്പോൾ വയനാട്ടിലത്തെ അവസ്ഥ അല്ലേ? ഒന്ന് കേൾക്കാം. ഇതുപോലൊരു ഇടപെടൽ കണ്ട് വയനാടെത്തി അവിടെ വന്ന വീടിന് വേണ്ടി ദുരന്തബാധിത വീടിന് വേണ്ടി തറണ്ട് കെട്ടുകയായിരുന്നു. ആ വീടുണ്ടായി, അവിടെ വീട് ഉയരും, തർക്കം വേണ്ട. ഞങ്ങൾക്ക് ഇപ്പം ഗവൺമെന്റിന്റെ പെർമിഷൻ കിട്ടി. അത് കോൺട്രാക്ടറുമായിട്ടുള്ള എഗ്രിമെന്റ് എനിക്ക് തോന്നുന്നു ഇന്ന് സൈൻ ചെയ്യും തോന്നുന്നു. ഇന്നോ നാളെയോ അത് സൈൻ ചെയ്യും കോൺട്രാക്ടറുമായിട്ടുള്ള. നമ്മളെ നിർമ്മാണത്തിലേക്ക് ഫുൾ സിങ് പോവാണ്. ഒരു ടെൻഷൻ വേണ്ട. ഇതുപോലൊരു ഇടപെടൽ കണ്ട് എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഈ പറയുന്നത് മഹാ അബദ്ധമാണോ, പൊട്ടത്തരമാണോ, അല്ലെങ്കിൽ നുണയാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇദ്ദേഹം ഏകദേശം ഒരാഴ്ച മുമ്പോ രണ്ടാഴ്ച മുമ്പോ പറഞ്ഞ ഒരു ഡയലോഗ് കൂടി ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിച്ചു തരാം. എന്നിട്ട് നിങ്ങൾ അതിന് ഉത്തരം പറഞ്ഞാൽ മതി. ഇപ്പോ ഈ 18 ലേഔട്ട് അപ്രൂവലിന് കൊടുത്തു. ബാക്കിയുള്ളതിന്റെ അപ്രൂവലിലേക്ക് പോവാണ്. പിന്നെ ഇതിന്റെ കോൺട്രാക്ടിങ് കമ്പനി അവര് വളരെ കൃത്യമായിട്ടുള്ള നിയമപരമായിട്ടുള്ള എല്ലാ സിസ്റ്റംസും പാലിച്ചു പോവുകയാണ്. അപ്പോൾ ഇന്ന് അതിന്റെ ഡ്രാഫ്റ്റ് എഗ്രിമെന്റ് ഇന്നാവുകയാണ്. ഏത് കോൺട്രാക്ടിങ് കമ്പനിയുടെ ഡ്രാഫ്റ്റ് എഗ്രിമെന്റ് ഇന്നാവുകയാണ്. അപ്പോൾ ഇന്നായി കഴിഞ്ഞാൽ അത് KPC പ്രസിഡന്റ് കൂടെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിർമ്മാണം പെട്ടെന്ന് ഒരു വിത്തിൻ ഡേയ്സ് നിർമ്മാണം ആരംഭിക്കും. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇത് പറഞ്ഞിട്ട് എത്രയോ ദിവസമായി. ഇദ്ദേഹം ഈ ഒരു ഡയലോഗ് പറയുന്നത് 6-ാം തീയതിയാണ്. 6-ാം തീയതി ജൂലൈ ആണ് പറയുന്നത്. ഇന്നെത്ര ഡേറ്റ്? ഇന്ന് 16. അല്ല, ഇതുവരെയും KPCC പ്രസിഡന്റിന്റെ കയ്യിലേക്ക് അത് ഒപ്പുവെക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടില്ലേ? 6 എന്ന് വെച്ചാൽ 16-ാം തീയതി. അപ്പൊ എത്ര ദിവസം? 10 ദിവസം. 10 ദിവസം കഴിഞ്ഞിട്ട് വയനാട്ടിൽ നിന്ന് ആ ഒരു പേപ്പർ KPCC സെക്രട്ടറിയുടെ അടുത്തേക്ക് എത്തി അതിൽ നിന്ന് ഒപ്പുവെക്കാനുള്ള എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടോ? സത്യത്തിൽ ഇവരെന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ ഒന്നുകിൽ ആ പരിപാടി ഞങ്ങൾ നിർത്തി മക്കളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കാരണം നാട്ടുകാർ പറയുക അത് കോൺഗ്രസ് ആണ്, അങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് പറയും. അതേ പറയുള്ളൂ. CPM-ന്റെ നെഞ്ചത്തേക്കേ കയറുള്ളൂ. കോൺഗ്രസ് ആണെങ്കിൽ നാട്ടുകാർ പറയുന്നത് 2 ദിവസം പറയും, അത് കോൺഗ്രസ് അങ്ങനെ തന്നെ പറയുള്ളൂ. ഇപ്പൊ തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് പ്രതീക്ഷയറ്റു. ഇപ്പോൾ നാട്ടുകാരൊക്കെ പറയുന്നത് പിണറായി വിജയൻ കെട്ടിക്കൊണ്ടിരുന്ന ടൗൺഷിപ്പില്ലേ, അതെങ്കിലൊന്ന് പൂർത്തീകരിക്കണേ എന്നാ പറയുന്നത്. അതെങ്കിലൊന്ന് പൂർത്തീകരിക്കണേ. കാരണം ഇദ്ദേഹത്തോട് എപ്പോ ചോദ്യം ചോദിക്കുമ്പോഴും അദ്ദേഹം പറയും അത് ഇന്നാവുകയാണ്. എന്ത് അഗ്രിമെന്റ് ഇന്നാവുകയാണ്, ഇനി ഇന്നയാൾ ഒപ്പിടണം. നമ്മുടെ ആ പേപ്പർ ഇന്ന് കൊടുക്കുകയാണ്, അത് പഞ്ചായത്തിലെത്തണം. ആ പേപ്പർ ഇനിയിപ്പോൾ അതിൻ്റെ ഇതൊക്കെ പണിയൊക്കെ ചെയ്യാനുള്ള ആൾക്കാരുമായിട്ടുള്ള അഗ്രിമെന്റ് അത് ഇന്നാവുകയാണ്. അത് എന്നാവല്? ഇത് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ഉത്തരവൊന്നുമില്ല. ഒരാൾ എഴുതിക്കണ് ഇങ്ങനെ നുണ പറയാനും എൻ്റെ പൊന്നെടുത്തവേ ഒരു കഴിവ് വേണം. KPCC പ്രസിഡന്റ് അല്ലേ, അല്ലാതെ അമേരിക്കൻ പ്രസിഡന്റ് ഉള്ളതല്ലോ. പുള്ളിയോട് ഇന്ന് തന്നെ ഒന്ന് ഒപ്പുവെക്കാൻ പറയണം എന്നാണ് ഒരാൾ എഴുതിച്ചിരിക്കുന്നത്. അല്ലേ, ഇത് അമേരിക്ക വരുന്നു പോണ്ടല്ലോ. KPCC പ്രസിഡന്റ് അല്ലേ, എത്ര ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും. ജനങ്ങൾക്ക് ആ വീട് കൊടുക്കണമെന്ന് അത്രയേറെ ആഗ്രഹമുണ്ടെങ്കിൽ, അത്രയേറെ ജനങ്ങളോടൊരു പ്രതിബദ്ധത ഉണ്ടെങ്കിൽ ആ പേപ്പർ വാങ്ങിച്ച് ഇദ്ദേഹം KPCC പ്രസിഡന്റ് മുമ്പിലേക്ക് പോലെ ചേട്ടാ ഇതൊന്ന് ഒപ്പിട്ടെന്നേ, ആ നാട്ടുകാർക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇത് നല്ലൊരു പ്രവർത്തിയാണ്. ഒന്ന് ഒപ്പിട്, എന്നിട്ട് പോയാൽ മതി. എനിക്ക് തിരക്കുണ്ട്, ചായ കുടിക്കാണ്ട്, ഒന്നിന് സമയമില്ല, നിങ്ങൾക്ക് ഒപ്പിട്ട് പോയാൽ മതിന്നേ എന്ന് അദ്ദേഹത്തിന്റെ ഒപ്പിടിപ്പിക്കാൻ എന്താണ് ഇത്ര താമസം? ഇത് ഏകദേശം 6-ാം തീയതി ആണെങ്കിൽ പറഞ്ഞെങ്കിൽ ഏറ്റവും പുതിയതാണ് ഇത്. അപ്പോഴതാ നോക്കി, ഏറ്റവും പുതിയതാ ഇത്. ആ വീടുണ്ടായി, അവിടെ വീട് ഉയരും, തർക്കം വേണ്ട. ഞങ്ങൾക്ക് ഇപ്പം ഗവൺമെന്റിന്റെ പെർമിഷൻ കിട്ടി. അത് കോൺട്രാക്ടറുമായിട്ടുള്ള എഗ്രിമെന്റ് എനിക്ക് തോന്നുന്നു ഇന്ന് സൈൻ ചെയ്യും തോന്നുന്നു. ഇന്നോ നാളെയോ അത് സൈൻ ചെയ്യും കോൺട്രാക്ടറുമായിട്ടുള്ള. നമ്മളെ നിർമ്മാണത്തിലേക്ക് ഫുൾ സിങ് പോവാണ്. ഒരു ടെൻഷൻ വേണ്ട. എങ്ങനെയുണ്ട്? അത് ഇന്നോ നാളെയാവോ? ഇനി ഒരാഴ്ച കഴിഞ്ഞ് ചോദിച്ചു നോക്കിയേ. കാര്യം പറയുന്നത് ഇന്ന് 16-ാം തീയതി എഴുതി വെച്ചോളെ. ഇന്ന് 16-ാം തീയതി. ഇനി ഇതിന് വല്ല തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൃത്യമായിട്ട് മാപ്പ് പറയും. സോറി കേട്ടോ, അവർ വിചാരിച്ച പോലെയല്ല, കോൺഗ്രസ്സുകാർ വിചാരിച്ച പോലല്ല, അവന്മാർ വീട് വെച്ചുട്ടാ എന്ന് ഞാൻ കൃത്യമായിട്ട് പറയും. തെറ്റ് സംഭവിച്ചാൽ തിരുത്തണം. അത് ഏത് കോൺഗ്രസ്സുകാരനായാലും ഏത് കമ്മ്യൂണിസ്റ്റുകാരനായാലും തിരുത്തുക തന്നെ വേണം. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് ഇവരിങ്ങനെ നുണ പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. 6-ാം തീയതി പറഞ്ഞപ്പോൾ ഇപ്പൊ 16-ാം തീയതിയായി. അപ്പോഴതാ ഇനിയിപ്പോ നിർമ്മാണ കമ്പനിയുമായിട്ടുള്ള ഒപ്പുവെക്കേണ്ട പ്രശ്നങ്ങളാണ്. അപ്പൊ KPCC പ്രസിഡന്റ് ഒപ്പ് വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? ഇനി അദ്ദേഹത്തിന്റെ പേരെടുത്തിടരല്ലേ? ഇങ്ങനെ ഓരോ തവണ എന്താ പറയാ, ഈ ആളുകളെ കാണുമ്പോഴും
ഈ എന്താണ് ഇവന്മാരെ കാണുമ്പോഴും ഈ പത്രപ്രവർത്തകരെ കാണുമ്പോഴും അപ്പോൾ പറയാനുള്ള ഒരു ഐഡിയ, ഒരു നുണ, ഒരു പോയിന്റ് കിട്ടണ്ടേ എൻ്റെ പൊന്നുങ്ങളെ, അല്ലേ? എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ കിട്ടണ്ടേ? അത് കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. സമ്മതിച്ചു പോയി. ഇനി വേറെ എന്തോന്നുണ്ടായിരുന്നല്ലോ, ഇനി ടൗൺഷിപ്പുകളുടെ അവസ്ഥ. ഇത് പറഞ്ഞിട്ട് ഇതിപ്പോ എന്നാ പറഞ്ഞ, ഇത് മാറാൻ തന്നെ പറഞ്ഞു. ഒന്ന് കേട്ടോക്കണേ. ആവശ്യമുള്ള സമയങ്ങളിൽ എല്ലാ മാസവും ആദ്യത്തെ തിങ്കളാഴ്ച ഇതിന്റെ അവലോകന യോഗം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പെർമനന്റ് സിസ്റ്റത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. ആ സിസ്റ്റം ഒക്കെ എന്തായോ ആവോ, അല്ലേ? അവിടെ പണികളൊക്കെ ഇപ്പൊ തുടങ്ങുന്നുണ്ടോ ആവോ. പെർമനന്റ് സിസ്റ്റം ഇതുവരെ അങ്ങനെ ഒരു തേങ്ങി മാങ്ങി ഉണ്ടാകുന്നില്ല പിണറായി വിജയൻ കാലഘട്ടത്തില്. ഒറ്റ ഡയലോഗേ ഉള്ളൂ, അത് പെട്ടെന്ന് തീർക്കണം, 1 മാസത്തിനുള്ളിൽ ഇത്ര ആളുകൾക്ക് അവിടെ കയറി താമസിക്കണം എന്നൊരൊറ്റ ഡയലോഗേ ഉള്ളൂ, ഒരൊറ്റ കുറിപ്പേ ഉള്ളൂ, ഒരൊറ്റ പ്രഖ്യാപനേ ഉള്ളൂ. വർക്ക് നടക്കും, വർക്ക് അവിടെ മണി പോലെ നടക്കും. അതല്ലാതെ വർക്ക് നടക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി, ഇനി ആ വർക്ക് നടക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നിയമിച്ച കമ്മിറ്റി, അവരത് നോക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വേറെ 2 കമ്മിറ്റി എന്നീ പറയുന്ന നൂലാമാലകളൊന്നുമില്ലെന്നേ. അതാണ് ആർജവമുള്ളൊരു നേതാവ് എന്ന് പറയുന്നത്. ഒരു വാക്ക് എന്താ ചെയ്യാൻ കഴിയുന്നതേ പറയൂ, പറയുന്നതോ അത് ചെയ്യും എന്നൊരു ഉറപ്പാണ്. അതാണ് ഇവിടെ വേണ്ടത്, ജനങ്ങൾക്ക് വേണ്ടത് അതാണ്. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും വേണ്ടെന്നേ. എന്തായാലും ഇതവിടെ നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തോട് വേറൊരു കാര്യം കൂടി ചോദിക്കുന്നത്. നമ്മുടെ നാട്ടിലൊരു കല്ലാടി എന്ന് പറയുന്ന ഇതേ വയനാട്ടിലൊരു പ്രശ്നം ഉണ്ടായി. അവിടുന്ന് അവിടെയുള്ള എന്താ പറയാ, ഈ വയനാട്ടുകാർക്ക് എന്താ സ്നേഹം മൂത്തിട്ട് ഒരാളെ ജയിപ്പിച്ചിട്ടുണ്ട്, ഒരു MP ജയിപ്പിച്ചിട്ടുണ്ട്. എന്റെ സുഹൃത്തുക്കൾ, ആ MP ഒന്ന് ഇങ്ങോട്ട് വന്നു നോക്കിയോ? ഒന്നും വേണ്ട, ഇവിടുത്തെ വോട്ട് ആദ്യം വാങ്ങിച്ച് ജയിച്ച ഒരാളുണ്ടല്ലോ, അല്ലേ? അദ്ദേഹം ഒന്ന് വന്നു നോക്കിയോ? ടൂറ് പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ഫേസ് ചെയ്യുന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ ഇന്ത്യ രാജ്യത്ത് നിന്ന് ടൂറ് പോകുന്ന 2 പേരേ ഉള്ളൂ. ഒന്ന് ഇദ്ദേഹമാണ്, രാഹുൽ ഗാന്ധിയാണ്, ഒന്ന് നമ്മുടെ പ്രധാനമന്ത്രിയാണ്. 2 പേരും ടൂറിലായിരിക്കും, ഒരു വിഷയമില്ല, ടൂറടിച്ച് നടക്കും. അവിടെ എന്താണ്, വിദ്യാഭ്യാസ മന്ത്രിയെ പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരാൾ പട്ടിണി കിടക്കുന്നുണ്ട്. ഈ കോൺഗ്രസ്സുകാരുടെ രീതിയിലുള്ള പട്ടിണിയാണ് കേട്ടോ. ഗാന്ധിജി നമുക്ക് മുന്നോട്ട് തന്ന ഒരു ആശയമാണ്. അങ്ങനെ പട്ടിണി കിടക്കുന്നുണ്ട്. ആ പട്ടിണി കിടക്കുന്ന ആളെ ഒന്ന് പോയി കണ്ട് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് പറയുമ്പോൾ ഈ ഒരു രാഹുൽ ഗാന്ധിക്ക് കിട്ടുന്ന ഒരു മൈലേജ് എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. എന്തുവാണ് ഈ പൊന്നിടങ്ങൾ ഇവന്മാരിതൊന്നും ചെയ്യാത്ത? വെറുതെയാണ് നാട്ടുകാർ ഇദ്ദേഹത്തെ അമൂൽ ബേബി എന്നൊക്കെ വിളിക്കുന്നത്. യാതൊരു ബോധവുമില്ല. അപ്പൊ ടൂർ നടക്കുവാടെ, രാജ്യത്തെ ബാധിക്കുന്ന പ്രശ്നം നടക്കുമ്പോൾ ടൂർ നടക്കുന്നു. എന്തായാലും എന്താണ് ആയമ്മ വരാത്തെ? ചെറുവയൽ രാമന്റെ കൂടെ വയലിലൂടെ തോളിൽ കൈയിട്ട് നടക്കുന്നതായ വയനാടിന്റെ കാർഷിക സംസ്കാരം ഉൾക്കൊള്ളുന്ന MP-യാ. എന്റെ പള്ളിയെ പൊളിച്ച് ചെറുവയൽ രാമൻ എന്ന് പറയുന്ന മനുഷ്യരുണ്ട്. വയനാടിന്റെ കാർഷിക സമൃദ്ധി, കാർഷിക സംസ്കാരം കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന, അദ്ദേഹത്തിന് വീട് പോലും മാറ്റിയിട്ടില്ല. അദ്ദേഹത്തിന്റെ തോളിലൊന്ന് കൈയിട്ടു. അങ്ങനെ കൈയിട്ട് നടന്ന ഒരാളാണ് ആര്? പ്രിയങ്ക ഗാന്ധി. അത് പോരെ മക്കളെ, അത് പോരെ? പിന്നെ എന്തിനാ അവരിങ്ങോട്ട് വരണം? അതും പോരാഞ്ഞ് ഒരു കലണ്ടറും തന്നിട്ടുണ്ട്. പോരെ മക്കളെ, ഇനി എന്തിനാ പ്രിയങ്ക ഗാന്ധി ഇങ്ങോട്ട് വരുന്നേ? ഇനി 5 വർഷം കഴിഞ്ഞിട്ട് അടുത്ത MP ഇലക്ഷൻ വരുന്ന സമയത്ത് ഇങ്ങോട്ട് വന്നാ പോരെ? ഈ വയനാട്ടുകാർ വീണ്ടും ജയിപ്പിച്ചു വിടില്ലേ? അതല്ലാതെ വയനാടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇങ്ങോട്ട് വരേണ്ട എന്താവശ്യമുണ്ട്? ഞങ്ങൾ പൊന്നാനിയിൽ പണ്ടൊരിക്കലും ഒരു ചങ്ങാതിന്റെ ബനാത്ത് വാല ലീഗുകാരനായിരുന്നു. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ആ മഹാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഒന്ന് ടാറ്റ കാണിച്ചു പോവും പൊന്നാനിയിലൂടെ, മതി വോട്ട് മുഴുവൻ ബനാത്ത് വാലയ്ക്കാം. പിന്നെ 5 വർഷം കാണൂല. ഈ ടാറ്റ കാണിച്ചത് ഞാൻ ബബ്ബായ് ടാറ്റ എന്ന് പറയല. 5 വർഷം പിന്നെ കാണില്ല, വീണ്ടും അടുത്ത 5 വർഷം കഴിഞ്ഞെത്തും. ഒരു സംശയം വേണ്ട, നല്ല ഭൂരിപക്ഷത്തോടെ അധികം ജയിക്കും. എന്ത് പ്രാന്താണ് ഈ നാട്ടുകാർക്ക് എന്ന് എനിക്കൊരു പിടുത്തം കിട്ടില്ല. ഇതേപോലത്തെ എന്ത് വട്ടാണ് വയനാട്ടുകാർക്ക് ഇങ്ങനെയുള്ള ആളുകളൊക്കെ ജയിപ്പിച്ചു വിടാൻ? നമ്മുടെ നാട്ടിൽ പ്രശ്നം വരുമ്പോൾ നമുക്ക് വേണ്ടി സംസാരിക്കാൻ, വയനാടിന് വേണ്ടി സംസാരിക്കാൻ ഒരാൾ വേണ്ടേ? ഈ ആയമൊക്കെ അവിടെ പോയിട്ട് എന്ത് കുന്തണം കാട്ടിക്കൂട്ടിട്ടെ എന്ന് ചോദിക്കാൻ ആർജവമുള്ള ആരെങ്കിലുമൊക്കെ പ്രദേശത്ത് വേണ്ടേ? ഒരാളുമില്ല. അപ്പോഴാണ് ഇമാതിരി ന്യായീകരണങ്ങൾ. അയ്യോ സങ്കടം തന്നെയാണ്.
താങ്കളെയൊക്കെ ജയിപ്പിച്ചിട്ട വയനാട്ടുകാർക്ക് ഇത് തന്നെ വേണമെന്നാണ് ഒരു മനുഷ്യൻ കമന്റ് അടിച്ചിരിക്കുന്നത്. ഞാനല്ലോ കേട്ടോ, ഒരു മനുഷ്യന്റെ കമന്റാണത്, ഞാൻ പറഞ്ഞതല്ല. തൻ്റെയൊക്കെ ഒരു നിലവാരം, ഓരോ ഗതികേട്. വയനാട്ടുകാർക്ക് കലണ്ടർ മതി, പിന്നെ എന്തിനാ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കണേ എന്നാണ് ഒരാൾ ഒരു കമന്റ് അടിച്ച് ഒരാളോട് ചോദിക്കുന്നത്. നിങ്ങൾ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്? വയനാട്ടുകാർക്ക് കലണ്ടർ കിട്ടിയില്ലേ പ്രിയങ്ക ഗാന്ധിയുടെ? പോരെ, എന്തിനു പ്രിയങ്ക ഗാന്ധി വരണം? കലണ്ടറിലെ കിടക്കുന്നേ അല്ലേ? പ്രിയങ്ക ഗാന്ധി കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അകത്ത് പോവുക. അമ്മ എവിടെയാണ് കലണ്ടർ തൂക്കിയിട്ടുള്ളത്? ഇവിടെയാണോ? കൊള്ളാം, പ്രിയങ്ക ഗാന്ധി. സന്തോഷമായി. MP ഇവിടെ ഉണ്ടല്ലോ. ഓരോ വീട്ടിലും MP ഉണ്ടെന്നേ, ഓരോ വീട്ടിലും MP ഉണ്ട്. MP-യുടെ കയ്യൊപ്പുണ്ട്. ഇത് പോരെ, ബാക്കി കേക്കി ഞാൻ പ്രസംഗിക്കുന്നില്ല. വയലിലൂടെ തോളിൽ കൈയിട്ട് നടക്കുന്നതായ വയനാടിന്റെ കാർഷിക സംസ്കാരം ഉൾക്കൊള്ളുന്ന കൈയടിക്കട മക്കളെ, കൈയടിക്കട. ഇനി വേറെന്തെങ്കിലും ഉണ്ടോ? ഓൺലൈൻ മീറ്റിംഗ് അല്ലല്ലോ, ഫിസിക്കൽ പ്രസൻസ് ഉണ്ടല്ലോ. എത്ര തവണ? ഒരു തവണ വന്നപ്പോ 12 ദിവസം 9 ദിവസം നിന്ന സമയമുണ്ടല്ലോ. എത്ര ദിവസങ്ങളോളം നിന്നിട്ടുണ്ടല്ലോ. അതിലൊന്നും കാര്യമില്ല, അതിലൊന്നുമില്ല. പ്രിയങ്ക ഗാന്ധി നിങ്ങള് ഈ 9 ദിവസം ഒരു വലിയ ടവർ അംബ്രല്ല, അത് ഞങ്ങൾക്ക് ആ ഒരു സംരക്ഷണ കവചം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ അത് നന്നായി ഉപയോഗിക്കുന്നവരാ. ആ അംബ്രല്ല നന്നായി ഉപയോഗിക്കുന്നവരാ ഞങ്ങൾ. അതിന്റെ സന്തോഷം അവിടെയുള്ള ജനങ്ങൾക്കുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ് അവിടുത്തെ നാട്ടുകാര്. കലണ്ടറിൽ കാണുമ്പോ തുള്ളിച്ചാടും. സന്തോഷം കൊണ്ട് ഇരിക്കാവയ്യേ എന്ന് പറയുന്നൊരു പരസ്യമൊക്കെ ഉണ്ടായിരുന്നു, ഹാപ്പി ജാമിൻ്റെ ഒക്കെ. അതേപോലെയാണ് നാട്ടുകാർ, തുള്ളിച്ചാടുകയാണ്. ഒരു അംബ്രല്ലയാണ്, അതാ ഡൽഹിയിൽ നിന്നാണ് വിരിയിക്കുക. അതിന്റെ തണൽ ഇവിടെ വയനാട്ടുകാർക്ക് കിട്ടുന്നുണ്ടെന്നാ പറയുന്നത്. ഇങ്ങനൊക്കെ പറയാനും വേണം കേട്ടോ. സുഹൃത്തുക്കളെ, ബൈ. ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.